നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെൽത്ത് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ് കേട്ടോ. അപ്പോൾ പലർക്കും സംശയമുണ്ട്, പലരും പറയാറുണ്ട് കറ്റാർവാഴ തലയിൽ തേച്ചിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്, അലർജിയാണെന്ന് തോന്നണേന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അലർജിയുടെ പ്രശ്നം അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറ്റാർവാഴ നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക രീതിയിൽ വേണം നമ്മൾ അതിനെ എടുക്കാനായിട്ട്. അതായത് കറ്റാർവാഴ എന്ന് പറയുമ്പോൾ ഇതാണ് കറ്റാർവാഴ ലീഫ്, കറ്റാർവാഴയുടെ ലീഫ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ജെല്ലുള്ളത്, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ ജെല്ല് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഈ അടിവശം ഒന്ന് കട്ട് ചെയ്യാം. അടിവശം കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ വെറുതെ വെള്ളത്തിൽ കുറച്ച് നേരം ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കാം. ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളറിലെ ഒരു ദ്രാവകം പോലത്തെ കാണാം. ജെല്ലിന് മുമ്പ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇറക്കി വെക്കുമ്പോൾ മഞ്ഞ കളർ പോലെ വരണ്ട ഒരു ദ്രാവകമാണ്. അപ്പൊ ഇതിനെ നമ്മൾ കളയണം. ഇത് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളം മുഴുവനും മഞ്ഞ കളറായിട്ട് വരും. ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ഈ മഞ്ഞ കളറിലെ ഒരു പോയിസൺ ആണത് കേട്ടോ. അപ്പൊ അത് നമുക്ക് മുഖത്ത് പരട്ടിയാലും തലയിൽ, മുടിയിൽ, സ്കാൽപ്പിലൊക്കെ ചെല്ലുമ്പോൾ ആ മഞ്ഞ ദ്രാവകം പോലത്തെ പദാർത്ഥം ഉള്ള സമയത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടും കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറ്റാർവാഴ ജെല്ല് എടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ മുറിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഒരു 5 മിനിറ്റ് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാ മഞ്ഞ കളറും ഇതിലേക്ക് തന്നെ കാണാം. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ 2 മുള്ളും കളയാം. കളഞ്ഞിട്ട് അതിൽ നിന്ന് വേണം ജെല്ലെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടിപ്പാണ് കേട്ടോ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ജെല്ലെന്ന് പറയും കേട്ടോ. അപ്പൊ ഇത് പ്രായമില്ല, ഇതിന് ഏത് പ്രായക്കാർക്കും എപ്പോഴും എങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് 2 ഇരുവശങ്ങളിലും മുള്ളു കളഞ്ഞിട്ട് ഇതിന്റെ പുറമേലെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ലെടുത്ത് തേക്കാം. അതല്ല ഇനി അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മുള്ളു കളഞ്ഞ് തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും തേക്കാം. ഞാൻ 2 രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജെല്ലെടുക്കുന്നത് എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. മുടി ധാരാളമായിട്ട് വരും. കറ്റാർവാഴ തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മുടി വരും കേട്ടോ. കറ്റാർവാഴ ഏറ്റവും ബെസ്റ്റാണ്. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, മുടി പൊഴിച്ചിലിന് നിൽക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാൻ നല്ലതാണ്. ഇതിൽ നല്ല ഗുണങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ കറ്റാർവാഴ ജെല്ലുണ്ട്, കറ്റാർവാഴ കൊണ്ടുള്ള സിറപ്പുണ്ട്, കറ്റാർവാഴ ജ്യൂസ് ഉണ്ട്, കറ്റാർവാഴ ജാമുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട് നമുക്ക് കേട്ടോ ഈ കറ്റാർവാഴ കൊണ്ടിട്ടുള്ളത്. അപ്പം നമ്മളത് കറ്റാർവാഴയുടെ സിറപ്പൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ സിസ്റ്റ്, ഫൈബ്രോയിഡ് പോലത്തെയുള്ള ഇതെല്ലാം മാറും. അപ്പോൾ ഏറ്റവും നല്ല ഉത്തമമാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് മുക്കി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുള്ള് കണ്ടോ, ഇരുവശത്തുള്ള മുള്ള് കളയാം. കളഞ്ഞിട്ട് ഇതിൽ ഒരു വശത്ത് തൊലി നമ്മൾ കളയാം. നല്ലോണം കേട്ടോ, കണ്ടോ ടിക്ക് വീഴുന്നുണ്ട്. കാരണം ഇത് നല്ല വലിപ്പമുള്ള ജെല്ലാണ് കേട്ടോ. തല നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ധാരാളം മണ്ണുണ്ടോ ജെല്ല്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ തേക്കാൻ പറ്റും കേട്ടോ.
ഒഴുകി ഒഴുകി തന്നെ ഉണ്ടോ ജെല്ല് കണ്ടോ. അപ്പം ഇതിനെ നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ ഇങ്ങനെ വരും ജെല്ല്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇതിന് ജെല്ല് വേർപെടുത്താതെ തന്നെ നമുക്കിതിങ്ങനെ തേക്കാം കേട്ടോ. തലോട്ടിയിലും ബാക്കിലും തലമുടിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കാം. തലമുടിയിലൊക്കെ ഇങ്ങനെ ഇതിന്റെ വെള്ളം കണ്ടോ, ജലാംശം വറ്റി കാണുമ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ വിരല് നഖം കൊണ്ട് അപ്പോഴത്തേക്കും വീണ കണ്ടോ കണ്ടോ. ഇതാണ് ജെല്ല് കേട്ടോ. ഇത് തീരുമ്പോഴത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ മുടിയിൽ തേച്ച് പിടിപ്പിക്കും. അല്ല എപ്പോഴും മുടി ഹൈഡ്രേറ്റ് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മളപ്പോൾ താരനൊന്നും ഉണ്ടാവില്ല. താരനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത് പോവാനൊക്കെ ആയിട്ട്. തലോട്ടിൽ തേക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം, മുടിയിലും തേച്ച് കാണിക്കാം കേട്ടോ. തേച്ച് കൊടുക്കാം മുടിയിലും. പിന്നെ കുത്ത എന്താ നല്ല കണ്ടോ. ഇത് വലിപ്പം കൂടിയതായതുകൊണ്ട് കണ്ടോ നിറച്ചും ജെല്ലാണ് ഇതിലുള്ളത്. അപ്പൊ ഈ കറ്റാർ വാഴയ്ക്ക് എന്താ വളം ഇട്ട് കൊടുക്കണേന്ന് ചോദിച്ചു. കറ്റാർ വാഴ ശരിക്കും പ്രത്യേകിച്ച് ഒരു വളം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ വെയിൽ കൊള്ളുന്നിടത്ത് ഇത് വെക്കാം. അധികം വെയിലും വേണ്ട, എന്നാൽ അധികം തണലും വേണ്ട കേട്ടോ. അങ്ങനെയുള്ളിടത്ത് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വലിപ്പം കൂടിയ കറ്റാർ വാഴയുടെ ലീഫ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് നല്ല നല്ലോണം നല്ല രീതിയിൽ വളർന്നു വരും. അതിൽ നിന്ന് നമ്മൾ ലീഫ് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇതിന്റെ കറ്റാർ വാഴ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇതുപോലെ കാണാത്തവരൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് തലമുടിയിലും തലോട്ടിലും നല്ലവണ്ണം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും മുടിക്ക്. മുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് മാറും. കൂടാതെ നല്ല ഈ താരനൊക്കെ മാറി നല്ല തണുപ്പാണ് തലയ്ക്ക് കേട്ടോ. വരണ്ടിരിക്കുന്ന മുടിയെല്ലാം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. മുടി പൊട്ടിപ്പോകില്ല, സ്പ്ലിറ്റൻ്റ് ഉണ്ടാവില്ല കേട്ടോ. കായ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിതിപ്പോ ഇങ്ങനെ തേച്ചല്ലോ, തേച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കണ്ടോ നല്ല ജെല്ലാണ് കേട്ടോ. ജെല്ല് ഒരുപാട് ജെല്ലുണ്ട്. ഇതേപോലെ വീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ കറ്റാർ വാഴ. തലോട്ടിലും തലമുടിയിലൊക്കെ ഇങ്ങനെ 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 തേച്ചു കൊടുക്കാം. മുടി പോകുന്ന അനുസരിച്ച് നമുക്ക് വരും കേട്ടോ. ഇതുപോലെ ബാക്കിലും തേച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ജെല്ല് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വിരലുകൊണ്ട്. ഇങ്ങനെ 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 എടുത്തെടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്യുക, ഇതിൽ ജെല്ലെല്ലാം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്.
അപ്പൊ നമ്മളിങ്ങനെ തേക്കുമ്പോൾ ഇതിന്റെ കുറച്ച് കുറച്ച് ജെല്ലുകളുടെ അംശങ്ങളൊക്കെ നമുക്ക് ഈ ഫിഷർ പോലെയുള്ള സംഭവങ്ങളൊക്കെ മുടിയിലുണ്ടാവും. അപ്പൊ നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിഞ്ഞു, ഈ ജെല്ലൊക്കെ മുടിയിൽ വലിഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും തരികൾ പോലെ മുടിയിലുണ്ടെങ്കിൽ ഉണങ്ങുന്നതിന് മുമ്പ് പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് കേട്ടോ. അന്ന് തന്നെ നമ്മളത് ആ തരി തലമുടിയിൽ നിന്ന് എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് കളയാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് കേട്ടോ. അപ്പൊ അന്ന് തന്നെ ഒന്ന് ഉണങ്ങി ഒന്ന് വറ്റും, ഈ ജെല്ല് വറ്റിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് മുടി പിടുത്തുന്ന സമയത്ത് ഇതുപോലെയുള്ള ജെല്ലിന്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫിഷർ പോലത്തെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കളയാം കേട്ടോ. ഇത് കഴുകി കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാം, അല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കാം കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ജെല്ലാണ് കേട്ടോ. ഉള്ളതിൽ എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തേക്കാവുന്നതാണ്. പെട്ടെന്ന് തേക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ തേച്ച് അതിന്റെ ജെല്ല് മുഴുവനും മുടിയിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എളുപ്പത്തിൽ തേക്കാൻ പറ്റുന്ന ടിപ്സ് ഏതാന്ന് ചോദിച്ചു കേട്ടോ. ഏറ്റവും ഉപയോഗപ്രദമായതും എളുപ്പത്തിൽ തേക്കാൻ പറ്റിയതും നല്ല റിസൾട്ട് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ ജെല്ലിനും നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ കറ്റാർവാഴ ജെല്ല് കേട്ടോ. അപ്പൊ അത് എല്ലാവരും തേക്കണം കേട്ടോ. നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പം മുടി ധാരാളമായിട്ട് വളരും കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള തരി പോലെയുള്ള ഒക്കെ കാണാം, നമ്മൾ മുടിയിൽ നിന്ന് എടുത്ത് കളയണം കേട്ടോ. മുടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിടുത്തുന്ന സമയത്ത് ഇതുപോലെ കാണുകയാണെങ്കിൽ എടുത്ത് കളയാം. പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ നിൽക്കണ്ട കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ജെല്ലായിട്ട് എടുത്തിട്ട് അരിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇങ്ങനെ വെറുതെ തേക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്ന്. അപ്പൊ ഇങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ ആൾക്കാർക്ക്, നമ്മുടെ ഫാമിലിയിലുള്ള പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് പരീക്ഷിക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ്, 100% റിസൾട്ടാണ്, ഉറപ്പാണ് കേട്ടോ. ആഴ്ചയിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം തേക്കാവുന്നതാണ് കറ്റാർവാഴ കേട്ടോ. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം. നീർപ്പിടുത്തുള്ളവരാണെങ്കിൽ രാസനാദിപ്പൊടി നിറയെ തിരുമ്മിയിട്ട് ഇതുപോലെ തേക്കാം. അവര് അരമണിക്കൂറൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് അവർക്ക് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. അതല്ലെങ്കിൽ 1 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. അപ്പം ധാരാളം വെള്ളം കുടിക്കുക, പഴയ പോലെ പറഞ്ഞ രീതി അനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് കേട്ടോ, ഫ്രൂട്ട്സ് ഇതെല്ലാം കഴിക്കാൻ ധാരാളമായിട്ട്. വെജിറ്റബിൾസ് മത്തങ്ങ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. വെറുതെ പുഴുങ്ങി കഴിച്ചാലും മതി മത്തങ്ങ കേട്ടോ. ഉപ്പിട്ട് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്കാൽപ്പിനൊക്കെ ധാരാളം നല്ല മുടി വളരാൻ തുടങ്ങും കേട്ടോ. ഹെൽത്തി ആവും സ്കാൽപ്പൊക്കെ. സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് മത്തങ്ങ കേട്ടോ. അപ്പൊ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ബീറ്റ്റൂട്ട് ഉപയോഗിക്കാം എന്നും പറയുന്ന പോലെ കേട്ടോ. പുതിയ ആൾക്കാര് കേട്ടിട്ടില്ലെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും കേട്ടോ. അതുപോലെ മുടി ഈ ഫ്രീസി ആയിട്ടുള്ള മുടി ഉണ്ടല്ലോ, കട്ട ഇങ്ങനെ പിണഞ്ഞിരിക്കുന്ന മുടി, അവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കറ്റാർവാഴ ജെല്ല് കേട്ടോ. മുടിയുടെ കെട്ടുപിഴിയിലൊക്കെ മാറി മുടി നല്ല ഭംഗിയിൽ സിൽക്കി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാം. കറ്റാർവാഴ ഇല്ലാത്തവര് ഒരു കറ്റാർവാഴയുടെ ചെടി വാങ്ങിച്ച്
നട്ടുപിടിപ്പിച്ചാൽ മതി. ഒരു ചെടീന്ന് നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ റൂട്ട് പോയി പോയി കുഞ്ഞു കുഞ്ഞു കറ്റാർവാഴകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് പിടിപ്പിക്കാം. വലിയ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ പരീക്ഷിക്കാം. സംശയങ്ങൾ മുടിയെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ, പറയാട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.